കർത്താവിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമൊക്കെയുമായിരുന്നു ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. സങ്കീർത്തന പുസ്തകം 86 അധ്യായം എൻ്റെ 13 വാക്യം. എന്നോടുള്ള നിൻ്റെ ദയ വലുതല്ലോ, നീ എൻ്റെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. എത്ര മനോഹരമായ ശ്രേഷ്ഠമായ വചനമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, എന്നോടുള്ള നിൻ്റെ ദയ വലിയതല്ലോ. ഹല്ലേലൂയ. നീ എൻ്റെ പ്രാണനെ അധമ പാതാളത്തിൽ രക്ഷിച്ചിരിക്കുന്നു പറഞ്ഞ് സങ്കീർത്തനക്കാരൻ സന്തോഷിക്കുന്നതാണ്. അത് ഈ വചനം കേൾക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്കൊരു സന്തോഷമുണ്ടാകണം. ഈ വചനത്തിനകത്തൂടെ ദൈവത്തിന് നമ്മൾ സംസാരിക്കാനുള്ള വലിയ കാര്യങ്ങളെ ദൈവാത്മാവ് നമുക്ക് വെളിപ്പെടുത്തുമ്പോൾ നിങ്ങൾ ആ അനുഭവത്തിലേക്ക് എത്തണമെന്ന് സ്വർഗത്തിലെ ദൈവത്തെ സാക്ഷി നിർത്തി കർത്താവേ, ഈ പ്രകൃതി ഒക്കെ നമ്മുടെ മുമ്പിൽ സാക്ഷിയായി നിൽക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതമായി മാറട്ടെ. നിങ്ങളോട് ഞാൻ ദയ കാണിക്കുമെന്ന് യേശു പറയുക. ഹല്ലേലൂയ. അത് ഭൂമിയിലുള്ള സകല മനുഷ്യരോടും ദയ കാണിക്കുന്ന ഒരേ ഒരു ദൈവം യേശുക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. അപ്പോൾ യേശു പറയും, നിങ്ങളോട് ഞാൻ ദയ കാണിക്കും. ആ ദയ വലുതായിരിക്കും. ദൈവത്തിൻ്റെ ദയയുടെ വലിപ്പത്തെ നമുക്കൊരിക്കലും മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ല. നമ്മുടെ ചിന്തകൾ കൊണ്ട്, ബുദ്ധി കൊണ്ട് അതിനെ അളന്ന് തൂക്കുവാനും നമുക്ക് കഴിയത്തില്ല. കർത്താവ് പറയുന്നു, ദയ അല്ലെങ്കിൽ കൃപ എന്ന വാക്ക് ഹല്ലേലൂയ എല്ലാ വാക്കുകളെക്കാൾ മഹാമധുരമേറിയതാണ്. ദയ അഥവാ കൃപ എന്ന് പറയുന്ന വാക്ക് മറ്റുള്ള എല്ലാ വാക്കുകളേക്കാളും മധുരമേറിയ വാക്കാണ്. ഹല്ലേലൂയ. അപ്പം നമ്മുടെ കർത്താവ് ഹല്ലേലൂയ സ്തോത്രം കൃപയായി നമ്മെ അന്വേഷിച്ച് സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് വന്നു. കൃപയായിട്ട് അവൻ ദാസരൂപമെടുത്തു. കൃപയായി ഹല്ലേലൂയ അവൻ നമ്മെ രക്ഷിച്ചു, സമാധാനം തന്നു, സന്തോഷം തന്നു, സ്വസ്ഥത തന്നു, കുടുംബം തന്നു, ജീവിതം തന്നു. ആമേൻ. നമ്മെ ഇത്രത്തോളം പരിപാലിച്ചത് ദൈവത്തിൻ്റെ ദയയാകട്ടോ. ദൈവത്തിൻ്റെ ദയ നമുക്ക് അനുദിന ജീവിതത്തിൽ ഇല്ലാതെ പോയാൽ നമ്മുടെ ജീവിതം തകർന്ന് തരിപ്പണമാകും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, കഴിഞ്ഞ കാലങ്ങളിൽ നീ കടന്നുപോയ വേദനാജനകമായ ജീവിത സാഹചര്യങ്ങളെ അതിനെ തരണം ചെയ്ത് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നിന്നെ ഓർപ്പിക്കുമ്പോൾ ആ കർത്താവിൻ്റെ ദയ പ്രാപിച്ചുകൊണ്ട് ഈ ഭൂമിയിലെ ജീവിതം സന്തോഷത്തോടെ കഴിക്കണം. ഇനി ഞാനിത് പറയുമ്പോൾ തന്നെ എനിക്കറിയാം, നിങ്ങൾ ആമേൻ അനവധി വിഷയത്തിന് വേണ്ടി ഭാരപ്പെടുന്നവരാ. അത് കേരളത്തിലായാലും മറ്റ് സംസ്ഥാനങ്ങളിലായിരുന്നാലും ലോകരാജ്യങ്ങൾ എവിടെയായിരുന്നാലും. പക്ഷേ നിങ്ങൾ ഏത് പ്രശ്നത്തെയാണോ തരണം ചെയ്യുന്നത് ആ വിഷയത്തെ നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, കർത്താവേ, എൻ്റെ വിഷയത്തിന് മേൽ എന്നോട് ദയ കാണിക്കണമേ, അവിടുത്തെ കൃപ നൽകണമേ, ആ മഹാമധുരമേറിയ ദയയും ആ സന്തോഷവും എന്നിൽ നിറയ്ക്കണമെന്ന് നിങ്ങൾ കർത്താവിനോട് പറയുകയാണെങ്കിൽ നിശ്ചയമായും എൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. അത് ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ ദൈവസന്നിധി നാം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ജീവിതത്തിൽ വളരെ കഷ്ടങ്ങൾ സഹിക്കുന്നവരാണ് ജനം. ഹല്ലേലൂയ. ആമേൻ. ഒരു മനുഷ്യൻ്റെ കഷ്ടം എത്രയാണെന്നും എത്ര വലുതാണെന്നും നമുക്ക് നമ്മുടെ മാനുഷികമായ ബുദ്ധി കൊണ്ടോ നമ്മുടെ അറിവ് കൊണ്ടോ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. ആമേൻ. ഓരോരുത്തർക്കും പ്രശ്നമുണ്ട്, ഇല്ലാത്തവരാരുമില്ല. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെ ഏറ്റെടുത്തത് കർത്താവാണ്. മനുഷ്യൻ്റെ പാപങ്ങൾ മുഴുവൻ സ്വന്തം ചുമലിൽ ഏറ്റുകൊണ്ട് 2026 വർഷം മുമ്പ് കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ പരമയാഗമായി മാറിയെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, നിൻ്റെ സകല പ്രശ്നങ്ങൾക്കും കർത്താവ് പരിഹാരം നൽകും. ഹല്ലേലൂയ. മടുത്തു എന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ദൈവം നിന്നെ ഉയർത്താൻ പോവുകയാണ്. നീ പലരുടെയും മുമ്പിൽ തലകുനിക്കേണ്ടി വന്നിട്ടുണ്ട്, നിരാശപ്പെടേണ്ടി വന്നിട്ടുണ്ട്, പലരുടെയും മുമ്പിൽ നീ കുത്തുവാക്കുകൾ കേട്ടിട്ടുണ്ട്, പലരും നിന്നെ ഒഴിവാക്കി നിർത്തിയിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലത്തും നീ ലജ്ജിതനായി മാറിയെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ ദൈവമുഖം നോക്കുന്നെങ്കിൽ ഹല്ലേലൂയ നിങ്ങളെ ദൈവം ഉയർത്തുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ 34 സംഗീതം 5 വാക്യം വായിക്കുമ്പം കാണുന്നുണ്ട്, അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതില്ല എന്ന്. അതെ, അവങ്കിലേക്ക് എന്ന് പറയുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നീ നോക്കുന്നെങ്കിൽ നീ ഒരിക്കലും ലജ്ജിച്ചു പോകാതെ, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന സഹോദര, യുവതി, യുവാവേ, നിന്നോട് ദൈവം കരുണ കാണിക്കും. ഭൂമി മുഴുവൻ മദ്യം കൊണ്ടും മയക്കുമരുന്നും പാനശാലകൾ കൊണ്ടും ലഹരികൾ കൊണ്ടും ചൂതാട്ടവും ജടികതയും വ്യഭിചാരവും വാണിഭശാലകളും പെരുകിക്കൊണ്ടിരിക്കുക. തീവ്രവാദികൾ എണ്ണം വർദ്ധിക്കുന്നു, വർഗീയവാദികൾ പെരുകുന്നു. മതത്തിൻ്റെ പേരിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലും തമ്മിലടിച്ച് കലഹിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഹല്ലേലൂയ മനുഷ്യൻ സ്വയം ജീവിക്കാൻ വേണ്ടി വീർപ്പൂട്ടുന്ന ഈ സന്ദർഭങ്ങളിൽ അതിൽ നിന്നൊരു മോചനം നിങ്ങൾക്ക് തരുവാൻ ദൈവം ആഗ്രഹിക്കുക. നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കുവാൻ. ഹല്ലേലൂയ. അപ്പം വചനം പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവവും അവൻ്റെ ദയയും ഹല്ലേലൂയ നിങ്ങളുടെ കൂടെ ഇരിക്കുക. ദൈവവും ആമേൻ ദൈവത്തിൻ്റെ ദയയും നിങ്ങളോട് കൂടെ ആണെന്നാണ് ദൈവവചനം പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ ദയയും കരുണയും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ നീ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങളെ നിനക്ക് അതിജീവിക്കാൻ കഴിയും. ഹല്ലേലൂയ.
ദുഃഖത്തിൻ്റെ കരിനിഴൽ വീണ് ജീവിതം അടുത്ത അനവധി ആളുകളുണ്ടല്ലോ. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ സാഹചര്യങ്ങളിൽ എൻ്റെ മനസ്സിൽ ദൈവാത്മാവ് പറയാറുണ്ട്, ആമേൻ, അവങ്കിലേക്ക് നോക്കുവാൻ, ദൈവത്തെങ്കിലേക്ക് നോക്കുന്ന ആരെയും ആമേൻ ദൈവം തൻ്റെ കൃപ കൊണ്ട് ദയ കൊണ്ട് നിറയ്ക്കുമെന്നും. ഹല്ലേലൂയ. നാം കടന്നു പോകുന്ന അതിപ്രതികൂലമായ സാഹചര്യങ്ങളെ തരണം ചെയ്യാൻ വേണ്ടുന്ന ആത്മശക്തി ദൈവം തരുമെന്നും പരിശുദ്ധാത്മാവ് സംസാരിക്കാറുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമുക്ക് ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ പലരും വൈരാഗ്യത്തോടെ പ്രതികാരം തീർക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അതിനൊരു വിടുതൽ ആവശ്യമാണ്. ആദ്യം നമ്മുടെ കുടുംബത്തിനകത്ത് സമാധാനം ഉണ്ടാക്കട്ടെ. സഹോദരിമാരും മാതാപിതാക്കൾ ഒത്തൊരുമിച്ച് വസിക്കുന്ന ഒരു അനുഭവം. അങ്ങനെ വന്നാൽ കുടുംബത്തിൻ്റെ ശാപങ്ങൾ മാറും, പാപങ്ങൾ മാറും, രോഗങ്ങൾ മാറും. അനവധി കുടുംബങ്ങളും ഉയരാൻ കഴിയാത്തത് പാപവും ശാപവും എന്ന് വേണ്ട സകല അതിക്രമങ്ങളും കുടുംബത്തിനകത്ത് നിറഞ്ഞ് ദൈവം അറയ്ക്കുന്ന പല പാപങ്ങളും ദൈവം അറയ്ക്കുന്ന പല പ്രവൃത്തികളും മനുഷ്യൻ ചെയ്തു കൂട്ടുന്നത് കൊണ്ടാണ് ഓരോ കുടുംബങ്ങളും വിടുതലില്ലാതെ ഭാരപ്പെടുന്നത്. അതുകൊണ്ട് ഇത് മകൾ എൻ്റെ ദൈവം നിന്നോട് പറയുന്നത്, എന്നെ കേൾക്കുന്ന സഹോദരി പറയുന്നത്, ദൈവം നിന്നെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ആ പാദപീഠത്തെങ്കിൽ നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. അവിടെ ദൈവം നിന്നെ മാനിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമ്മോട് കാണിക്കുന്ന ദയ എത്ര വലുതാണ്, കൃപ എത്ര വലുതാണ്, അവൻ്റെ കരുണ എത്ര വലുതാണ് നമ്മൾ തിരിച്ചറിയുന്നു. ലോകത്തിലാർക്കും അല്ലെങ്കിൽ നമ്മെ രക്ഷിക്കാൻ കഴിയത്തില്ല. ഒരു മതത്തിനോ മത സിദ്ധാന്തങ്ങൾക്കോ അവരുടെ ഏതെങ്കിലും പ്രവർത്തികൾ കൊണ്ടോ ഒരു മനുഷ്യനെയും രക്ഷിക്കാൻ കഴിയത്തില്ല. രക്ഷയെന്ന് പറയുന്നതൊക്കെ യേശുവിലൂടെയാണ് കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിന്നെ രക്ഷിപ്പാൻ യേശുവിൻ്റെ കരം നിനക്ക് മേകളിൽ അമേലിയ നീട്ടിയിട്ടുണ്ട്. ആ കരങ്ങളിലേക്ക് നീ നോക്കുന്നെങ്കിൽ, ആ മുറിവേറ്റ കരങ്ങളിലേക്ക് നോക്കുന്നെങ്കിൽ നിന്റെ കുടുംബത്തെ ദൈവം രക്ഷിപ്പാൻ ശക്തനാണ്. അതേവിടെ നാം ദൈവത്തിൻ്റെ വചനം വായിക്കും, എന്നോടുള്ള നിൻ്റെ ദയ വലുതല്ലോ, നീ എൻ്റെ പ്രാണനെ അധമ പാതാളത്തിൽ രക്ഷിച്ചിരിക്കുന്നു പറഞ്ഞ പോലെ നിനക്കും സന്തോഷിപ്പാൻ ഏറെ വകയുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിൻ്റെ പ്രശ്നങ്ങളെ നീ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്നെങ്കിൽ അവൻ അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായി വചനം കേൾക്കുന്ന അനവധി ആളുകളുണ്ട് കർത്താവേ. സങ്കടത്തിലൂടെ കടന്നു പോകുന്നവർ, കണ്ണുനീരിലൂടെ കടന്നു പോകുന്നവർ ഏറെയാണ്. അതിന് നടുവിൽ ആശ്വാസവും സമാധാനവും ജനത്തിൽ കൊടുക്കണമേ. ഹല്ലേലൂയ. വീർപ്പുമുട്ടുന്ന അനവധി ആളുകളുണ്ടപ്പാ. അവർക്കെല്ലാം സ്വസ്ഥതയുടെ അനുഭവം കൊടുക്കുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, എത്രയെത്ര കുടുംബങ്ങളാണ് തകരുന്നത്, എത്രയെത്ര ജീവിതങ്ങളാണ് തകരുന്നത്. അതിൻ്റെ നടുവിൽ ആശ്വാസം കൊടുക്കുവാൻ അപ്പാ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളുണ്ട്, ഒറ്റപ്പെട്ടു പോയവർ ആവർത്തിച്ചതുപോലെയുണ്ട്. അവർക്കെല്ലാം ആശ്വാസം കൊടുക്കുവാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അവിടുത്തെ ദയ പകരണമേ, അവിടുത്തെ കൃപ പകരണമേ, ജനത്തോട് കനിവ് കാണിക്കണമേ, ദയ തോന്നണമേ. മനുഷ്യൻ പ്രതികാര മനോഭാവങ്ങൾ മാറ്റിക്കളഞ്ഞിട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ ആത്മരക്ഷ പ്രാപിപ്പാൻ ഈ ജനത്തിൻ്റെ ആത്മകണ്ണുകളെ തുറക്കാനായി അടിയും പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവേ, ഈ ജനത്തിൻ്റെ വിഷയങ്ങളുമേ നീതി വെളിപ്പെടുത്തുവാൻ, ഹല്ലേലൂയ, ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം ഈ ജനത്തെ അനുഗ്രഹിക്കണമെന്നായി പ്രാർത്ഥിക്കുന്നപ്പോൾ ഈ ജനത്തിന്മേൽ ദൈവത്തിന് നീതിയുടെ കരം വെളിപ്പെടുവാൻ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിൻ്റെ ആത്മാവിനാൽ ജനത്തെ നിറച്ച് അവരുടെ സകല കഷ്ടങ്ങളിൽ നിന്നും ഒരു മോചനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദയ കുടുംബങ്ങൾ നിറയട്ടെ, കുടുംബങ്ങൾ സ്വസ്ഥമായി മാറട്ടെ, സ്വതന്ത്രമായി മാറട്ടെ. കുടുംബത്തിലുള്ള ശാപങ്ങളും പാപങ്ങളും എല്ലാം മാറിപ്പോകട്ടെ. മദ്യത്തിനും മയക്കുവിനും ലഹരിക്കും അടിമപ്പെട്ട് കിടക്കുന്നവർ അതൊക്കെ വിടുവിക്കപ്പെട്ട് കർത്താവിലേക്ക് വന്ന കൃപ പ്രാപിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കണമേ. ഇന്ന് പകൽ കർത്താവ് ജനത്തോട് ഈ സന്ദേശം പറയുമ്പോൾ ജനത്തിൻ്റെ ഹൃദയങ്ങൾ വലിയൊരു മാറ്റത്തിനാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മനുഷ്യൻ ആരെ ആശ്രയിക്കുന്നു? ഹല്ലേലൂയ. അതാണ് ഇവിടുത്തെ ഒരു വിഷയം. അതുകൊണ്ട് നിങ്ങൾ മനുഷ്യനെ ആശ്രയിക്കാതെ യഹോവയായ ദൈവത്തിൽ അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെയാണ് നിങ്ങൾ ആശ്രയിക്കുന്നെങ്കിൽ നീ ഒരു നാളും മടുത്തു പോകുകയില്ലെന്ന്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് പോയി ഒരു വ്യക്തി പോലും ഇന്ന് വരെ പരാജയപ്പെട്ടിട്ടില്ല. അവരെല്ലാം ദൈവം മാനിച്ചിട്ടുണ്ട് കേട്ടോ. അതെ, ഇന്ന് പകൽ ദൈവം നിന്നെയും മാനിക്കാൻ ആഗ്രഹിക്കുക, ദൈവം നിന്നെ ഉയർത്താൻ ആഗ്രഹിക്കുക. താഴ്ചയിൽ നമ്മെ ഉയർത്തുന്ന ഒരു ദൈവമാണ് സഹോദര സഹോദരി നിനക്കുള്ളത്. ഹല്ലേലൂയ. ആ ദൈവം ഇന്ന് പകൽ നിൻ്റെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിച്ച് ഒരു ഉയർച്ച തരാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നത് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് പകൽ ദൈവാത്മാവിനോട് വ്യക്തമായി സംസാരിക്കുകയാണ്. നീ ഈ സമയം വരെ കരഞ്ഞ ചില വിഷയത്തിന് ഇന്ന് പകൽ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവ് ഈ ജനത്തെ അനുഗ്രഹിക്കണമേ, ഈ ജനത്തെ ശക്തീകരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.